നമസ്കാരം. തന്റെ ജീവിതത്തെക്കുറിച്ച് ബാബു എബ്രഹാമിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ വായിച്ച് കരച്ചിൽ നിയന്ത്രിക്കാനാകാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വായിച്ചു തീർത്തപ്പോഴും തോർന്നിരുന്നില്ല തന്റെ കണ്ണീർ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരിതവും പട്ടിണിയും അവഗണനയും അവഹേളനവും പേറി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം താണ്ടിയ ഒരു മനുഷ്യന്റെ ജീവിതം ഇക്കാലത്തെ കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്ന നിർബന്ധത്താൽ 1000 കോപ്പികൾ കുട്ടികൾക്കായി ഓർഡർ ചെയ്തു എന്നും വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. വി.ഡി. സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: പാരീസിൽ അധ്യാപകനും ഗവേഷകനുമായ ശ്രീ ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ വായിച്ചു. എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത വല്ലാത്തൊരു വായനാ അനുഭവമായിരുന്നു ഇത്. പല അധ്യായങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. വായിച്ചു തീർത്തപ്പോഴും കണ്ണീർ തോരുന്നുണ്ടായിരുന്നില്ല. ദുരിതവും പട്ടിണിയും തിക്താനുഭവങ്ങളും അവഗണനയും തീമഴ പോലെ പെയ്തിറങ്ങിയ ഒരു ബാല്യവും കൗമാരവും അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. മദ്യപാനം മൂത്ത് തന്നെയും 3 സഹോദരിമാരെയും ഉപേക്ഷിച്ച് അപ്പൻ പോയപ്പോൾ ചേർത്ത് പിടിച്ച അമ്മയാണ് താരം. കൃഷിപ്പണി ചെയ്തും മറ്റു വീടുകളിൽ പണിക്ക് പോയും കല്ലും മണ്ണും ചുമന്നും ആ ധീരയായ അമ്മ മക്കളെ പോറ്റി. പട്ടിണി കൂടിയപ്പോൾ കുറേ നാൾ അനാഥാലയത്തിലും ബന്ധുക്കളുടെ വീട്ടിലും കഴിഞ്ഞ ഒരു ബാലന്റെ സങ്കടങ്ങൾ. വൈകുന്നേരം വിശപ്പ് മാറ്റാൻ കിട്ടുന്ന ചോറും ഇറച്ചിക്കറിയും ഓർത്ത് അനാഥാലയത്തിലെ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യങ്ങൾ ചുമന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 4:30 എഴുന്നേറ്റ് മണ്ണ് ചുമന്ന് പിന്നെ 16 കിലോമീറ്റർ നടന്ന് കോളേജിൽ പോയത്. ഹോട്ടലിൽ പാത്രം കഴുകിയത്. എണ്ണിയാൽ തീരാത്ത ദുരിതങ്ങൾ. ഇതിനിടയിലാണ് പഠിച്ച് റാങ്ക് നേടി എല്ലാത്തിലും ഒന്നാമതായത്. സങ്കടങ്ങൾ കൂടിയപ്പോൾ ദൈവത്തോട് കലഹിച്ചത്. അമ്മയെയും സഹോദരിമാരെയും ചേർത്ത് പിടിച്ചത്. ചങ്ക് തുളച്ചു കയറുന്ന ഭാഷയിൽ സ്വന്തം ഹൃദയരക്തം കൊണ്ട് എഴുതിയ പുസ്തകം. എനിക്കത് മുഴുവൻ ഇവിടെ എഴുതി വയ്ക്കണമെന്നുണ്ട്. ചെയ്യുന്നില്ല. കാരണം നിങ്ങളത് വായിക്കണം. വായിച്ചു കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞാൻ മാതൃഭൂമി ബുക്സിൽ വിളിച്ച് 1000 പുസ്തകങ്ങൾ ഓർഡർ ചെയ്തു. ജൂലൈ 19-ന് പറവൂരിൽ സംഘടിപ്പിക്കുന്ന മെറിറ്റ് അവാർഡിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണത്. അവരത് വായിക്കട്ടെ. ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് ഈ പുസ്തകം വാങ്ങിക്കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും മികച്ച സമ്മാനമാകും ഇത്. സതീഷ് ജി, നിങ്ങളുടെ മനസ്സ് കാണാതെ പോയല്ലോ ആരും.